റെയിൽവേ സ്റ്റേഷൻ ക്യാമറകളിൽ മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ല. വീണ ജോർജിന് വിദഗ്ധ പരിശോധന. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യം വ്യക്തമായില്ലെന്ന് റെയിൽവേ സുരക്ഷാ സേന. സംഭവത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ലെന്ന് കണ്ടെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന് കീഴിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റെയിൽവേ പോലീസ് RPFനോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു. അതിനായി നടത്തിയ പരിശോധനയിലാണ് അത്തരം ദൃശ്യങ്ങളില്ലെന്ന് വ്യക്തമായത്. സംഭവത്തിനു ശേഷം ആരോഗ്യമന്ത്രിയുടെ മൊഴിയെടുക്കാൻ റെയിൽവേ പോലീസ് ആശുപത്രിയിലെത്തിയെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ അതിന് കഴിഞ്ഞില്ല. മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുത്താണ് പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നടന്ന ക്രമസമാധാന പ്രശ്നമായതിനാൽ റെയിൽവേ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ രാത്രിയോടെ കണ്ണൂർ റെയിൽവേ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. മന്ത്രിയുടെ മൊഴി നേരിട്ടെടുക്കാൻ കഴിയാതിരുന്നതിനാലാണ് നടപടി വൈകിയതെന്ന് അധികൃതർ അറിയിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് ക്ഷതമേറ്റതായി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ. ആശുപത്രി സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ മെഡിക്കൽ സംഘം മന്ത്രിയെ പരിശോധിച്ചിരുന്നു. കഴുത്തിനേറ്റ ക്ഷതവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ സംഘവും മന്ത്രിയെ പരിശോധിച്ചു. MRI സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ വേണമെന്ന് നിർദ്ദേശിച്ചതായും ബുള്ളറ്റിനിൽ പറഞ്ഞു. നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മന്ത്രിക്ക് വ്യാഴാഴ്ച വിദഗ്ധ പരിശോധന നടത്തും. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുണ്ടായ KSU അക്രമം കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ഏതെങ്കിലും പ്രതിഷേധ പ്രകടനമല്ല, ഒരു കൂട്ടം അക്രമികളുടെ വിളയാട്ടമാണ്. പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോഴാണ് മന്ത്രി ആക്രമിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയാണ് കേരളത്തിലേത്. അത് എല്ലാ ഔദ്യോഗിക ഏജൻസികളും അംഗീകരിച്ചതുമാണ്. എന്നിട്ടും ചില സംഭവങ്ങൾ പർവ്വതീകരിച്ച് അതിൽ ഒരു തരത്തിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത മന്ത്രിക്കെതിരെ ആക്രമണം നടത്തുന്നതിനെ രാഷ്ട്രീയമായിട്ടല്ല, രാഷ്ട്രീയ ആഭാസമായിട്ടാണ് കാണാനാവുക. ഇതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെയും UDF മുന്നണിയുടെയും നേതൃത്വത്തിന് തന്നെയാണ്. ആക്രമണം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭീരുക്കൾ അവരോട് ഒന്നുകൂടി വരാൻ പറയൂ. ഒന്നാം പ്ലാറ്റ്ഫോമിൽ പ്രതിഷേധം 3-ൽ പരിക്കായി. എങ്ങനെ, എന്ത് സംഭവിച്ചു? ചോദ്യങ്ങൾ ഏതായാലും തുടങ്ങിക്കഴിഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് കരിങ്കൊടി കാണുന്നുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷനിലുണ്ടായ പ്രതിഷേധം മന്ത്രി എത്തിച്ചത് ICUവിൽ. ഒന്നാം പ്ലാറ്റ്ഫോമിന് സമീപമാണ് മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധത്തിനു ശേഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇത് കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറിയാണ് മന്ത്രി 3-ാം പ്ലാറ്റ്ഫോമിലെത്തിയത്. അവിടെയുണ്ടായിരുന്ന സ്പീക്കറിനോട് സംസാരിക്കുമ്പോഴാണ് തന്റെ കഴുത്തിന് വേദനയുണ്ടെന്ന് മന്ത്രി അദ്ദേഹത്തോട് പറയുന്നത്. കഴുത്തിന് പരിക്കേറ്റുവെന്ന് മന്ത്രി പറഞ്ഞതിനെ തുടർന്നാണ് ജില്ലാ ആശുപത്രിയിൽ ICUയിൽ പ്രവേശിപ്പിച്ചത്. മന്ത്രിയുടെ കഴുത്തിന് സാരമായി പരിക്കേറ്റുവെന്നാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, മുതിർന്ന CPM നേതാക്കളും പറഞ്ഞത്. പക്ഷേ ഒരു ആക്രമണവും നടത്തിയിട്ടില്ലെന്നാണ് KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നത്. ഇതോടെ മന്ത്രിക്ക് പരിക്കേറ്റ സംഭവം പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴി തുറന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും SFI പ്രവർത്തകരും തെരുവിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ആരോഗ്യവകുപ്പിനെതിരെ പല പരാതികളും വലിയ ആക്ഷേപങ്ങളും ഒക്കെ ഉയരുന്നതിനിടെയാണ് വകുപ്പ് മന്ത്രിക്ക് പ്രതിഷേധത്തിനിടെ പരിക്കേൽക്കുന്നത്. മന്ത്രിയുടേത് അഭിനയമാണെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. ഉമ്മൻചാണ്ടി കണ്ണൂരിൽ ആക്രമിക്കപ്പെട്ടപ്പോഴുള്ള ചിത്രം പങ്കുവച്ചു. അതായിരുന്നു യഥാർത്ഥ ആക്രമണമെന്നും ഇത് നാടകമാണെന്നും ചിലർ പറയുന്നുണ്ട്. ഏറെ നാളായി ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കത്തുന്നതിനിടെയുണ്ടായ സംഭവ വികാസം പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇതുവരെ ആരോഗ്യമന്ത്രിയെ കടന്നാക്രമിച്ചിരുന്ന പ്രതിപക്ഷം നിലവിലെ സംഭവത്തിൽ വിശദീകരണം നൽകി പ്രതിരോധിക്കേണ്ട അവസ്ഥയിലായി.